ഹലോ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റാണ്. ഗുഡ് ഡേ ആകൃതിയിരിക്കും ബിസ്ക്കറ്റ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി 250 ഗോതമ്പ് പൊടി എടുത്തു. 250 റവ, വറുത്തതല്ല പച്ചറവയാണ്. വറുത്തതല്ല പച്ചറവ. പിന്നെ ശകലം കശുവണ്ടി പരിപ്പ് പൊടിച്ചതാണത്. കശുവണ്ടി പരിപ്പോ ബദാം പരിപ്പോ കപ്പലണ്ടിയോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പൊടിച്ച് ചേർക്കാം. അത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ഇടാം. പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് മൂന്നും കൂടെ നമുക്ക് നല്ലപോലെ യോജിപ്പിക്കണം. ഇപ്പം അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് 200 മില്ലി പാലോളം ഉണ്ട്. ആ പാലിനകത്ത് ഇട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി വെക്കാം. നല്ല പഞ്ചസാര പൊടിച്ചത് അലുക്കുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. പാലിലേക്ക് മുഴുവൻ പാലും ആവശ്യമില്ലായിരിക്കും. നമുക്ക് മാവ് കുഴയ്ക്കുന്ന അനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പാലിലേക്കിട്ട് നല്ലതുപോലെ യോജിപ്പിക്കാം. പഞ്ചസാര അരക്കപ്പ് പൊടിച്ചതിൽ നിന്ന് ഒരു 2 സ്പൂണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനും അതിനകത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു നുള്ളു പൊടി ഏലക്കാപ്പൊടി നമുക്ക് പൊടിയിലേക്ക് ഇടാം. എന്നിട്ടിപ്പം റവയും ഗോതമ്പ് പൊടിയും ഉപ്പും ഏലക്കായും കൂടെ ഇട്ട് പൊടിച്ചതാണ്. ഏലക്കായും കൂടി ഇട്ട് ഇളക്കി വെച്ചിരിക്കുക. നെയ്യ് ഉരുക്കി വെച്ചിരിക്കുന്ന ആ നെയ്യ് ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. നെയ്യ് കുറേശ്ശെ ഒഴിച്ചിട്ട് നെയ്യൊരു 3-4 സ്പൂൺ നെയ്യോളം ഉണ്ട്. നെയ്യ് ഇങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ രണ്ടാമത് കുറച്ചുകൂടി ഒഴിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ പുട്ടിനൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഒരു ഉരുള പോലെ, ഒത്തിരി ഉരുളയല്ല, ഒരു പിടി ഇങ്ങനെ ആകുന്നത് വരെ നെയ്യ് ഒഴിച്ചിട്ട് അതുപോലെ കുറച്ച് 4 മല്ലി സ്പൂൺ നെയ്യ് കാണും. അത് ഒഴിച്ചിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് പാലിനകത്ത് ഈ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്നത് കുറേശ്ശെ ഒഴിച്ചിളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പഞ്ചസാരയും പാലും കൂടെ അതിനകത്ത് ഒഴിക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഒരു പുട്ടിൻ്റെ ഈ പരുവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇനിയിപ്പം പാലും പഞ്ചസാരയും യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനും ഒന്നിച്ചൊഴിക്കല്, കുറച്ച് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. പാല് അത് നല്ലപോലെ ഇളക്കി നല്ലപോലെ നെയ്യ് യോജിപ്പിക്കണ്ടേ, നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഉരുള പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കണം. അതുപോലെ ആകുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതുപോലെ ആകണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്നുകൂടെ ഇളക്കി മാവൊന്ന് കുഴയ്ക്കാം. അത് മുഴുവൻ പാൽ ഒഴിക്കുകയില്ല, കുറച്ച് ഒഴിക്കത്തുള്ളൂ. മുഴുവനും വേണ്ടി വരികയില്ല. പാലൊഴിച്ച് നമുക്ക് നല്ലപോലെ ഇളക്കാം. പാല് തന്നെയല്ല, പഞ്ചസാര പൊടിച്ചതും ഉണ്ട് അതിൻ്റെ കൂടെ. നല്ലപോലെ ഇളക്കി വെച്ചിരിക്കുക. നല്ലതുപോലെ കുഴച്ച് നല്ല മയം വരുന്ന പോലെ നല്ല അയച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റിന് വെക്കണം. ഈ പരുവത്തിൽ ഇങ്ങനെ ഈ പരുവത്തിൽ കുഴച്ച് വെക്കണം. പത്ത് മിനിറ്റ് വെച്ചെങ്കിൽ ഇതിനകത്ത് റവയെല്ലാം കുതിർന്ന് മാവ് ശരിയാകത്തുള്ളൂ. റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ടും 10 മിനിറ്റ് വെക്കേണ്ടി വരും. അന്നേരം പാല് നമ്മൾ പകുതി പാലേ ചേർത്തിട്ടുള്ളൂ. പകുതി പാലിരിക്കുക, 100 മില്ലി പോലെ ചേർത്തിട്ടുള്ളൂ, ബാക്കി പാലിരിക്കുക. അന്നേരം 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇപ്പം ബിസ്ക്കറ്റ് പരത്തി നമുക്ക് കുറച്ചെണ്ണയെ ഒഴിക്കത്തുള്ളൂ. ഒഴിച്ചിട്ട്
അതിലേക്കിട്ട് നമുക്ക് കോരിയെടുക്കാം. അന്നേരം ഈ മാവിനകത്ത് ഞാൻ പഞ്ചസാരയും പാലും കൂടെ ചേർത്ത് വെച്ചത് കുഴച്ച് മധുരം നോക്കിയപ്പോൾ മധുരം പോരായിരുന്നു. അന്നേരം നമ്മൾ പൊടിച്ച് വേറെ കുറച്ച് പഞ്ചസാര ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൊടിച്ചത്. ആ പഞ്ചസാര ശകലം കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാവ് കയ്യെ പറ്റുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഒരു ശകലം ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ വീണ്ടും കുഴച്ച് അയച്ച് വെച്ചിട്ടെടുത്തതാണ് ഇത്. ഇപ്പം നല്ല പരുവായി മാവ്. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കി നമ്മൾ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് പോലെ പിന്നെ ഒരു ചെറിയ ഈർക്കലി കൊണ്ട് ലൈനിട്ട് ഇപ്പം എല്ലാം റെഡിയായി പരത്തി ശകല എണ്ണ ഒഴിച്ച് അതിലേക്ക് ബിസ്ക്കറ്റ് ഇടുക പൊരിച്ചെടുക്കാനായിട്ട്. കൂടുതൽ എണ്ണ ഒഴിക്കണ്ട, ശകല എണ്ണ ഒഴിച്ചിട്ട് 2-3 വീതം ഇട്ട് പൊരിച്ചെടുത്താൽ മതി. തീ മീഡിയം ലെവലിടുന്നു. ഇത് ഗ്യാസ് നമ്മൾ കൂടുതൽ ഇത് വെച്ചിട്ടില്ല, മീഡിയം ഇതിലാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതിൻ്റെ അടിവശം കരിയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് മൂപ്പിച്ച് കോരി എടുക്കണം. നമ്മൾ ആദ്യം ഇട്ട വശം ഒരുമാതിരി മൂത്തിട്ടുണ്ട്. അന്നേരം തിരിച്ചിടുക. തിരിച്ചിട്ട് മൂത്തിട്ടില്ല, ശകലം കുറച്ചുകൂടെ മൂക്കാനുണ്ട്. അടിവശം മൂത്ത് കോരിയെടുത്ത് രണ്ടാമത് ഇനി നമ്മൾ അത് കോരിയിട്ട് രണ്ടാമത്തതും കൂടി ഇടാൻ പോകുക. അത്രയും മാവും റവയും കൂടി എടുത്ത് നമ്മൾ ഉണ്ടാക്കിയത് 250 മില്ലിയിൽ ഞാൻ ആദ്യം മാവ് കുഴച്ചപ്പോഴത്തേക്ക് പിന്നെ ശകലം കട്ടി കുറവ് പോലെ തോന്നിയപ്പം ഒരു നുള്ളു പൊടിയും കൂടെ ഇട്ട് കുഴച്ചെടുത്ത 12 ബിസ്ക്കറ്റോളം ഉണ്ട്. ആ ബിസ്ക്കറ്റ് അത്രയും മാവും ഗോതമ്പ് പൊടിയും റവയും കൂടെ അത്രയും ഗോതമ്പ് പൊടിയും റവയ്ക്കും കൂടെ 12 ബിസ്ക്കറ്റും ഒരു ചെറിയ ബിസ്ക്കറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം വറുത്ത് കോരി ബിസ്ക്കറ്റെല്ലാം റെഡിയായി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അടുത്ത വീഡിയോയായി വരുന്നിടം വരെ ഇൻഷാ അല്ലാഹ്. നന്ദി, നമസ്കാരം.